ഹായ് ഫ്രണ്ട്സ്, ആകാശസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. അപ്പോൾ ഇന്ന് ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഗ്രീൻ പീസ് തേങ്ങ അരച്ചാട്ടോ വെക്കുന്നത്. അപ്പം മിക്കവാറും എല്ലാവരും തേങ്ങ അരച്ചായിരിക്കും വെക്കുന്നത്, തേങ്ങ അരയ്ക്കാതെ വെക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ സ്ഥിരം വെക്കുന്നത് തേങ്ങ അരച്ചാട്ടോ. അതെങ്ങനെയാണെന്ന് കേട്ടോ ഇന്നത്തെ വീഡിയോ. ആദ്യം ഞാനാണെങ്കിൽ തക്കാളിയും ഉള്ളിയും കൂടെ അരിഞ്ഞ് ഈ കുക്കറിൽ തന്നെ ഇട്ട് ഗ്രീൻ പീസിൻ്റെ കൂടെ ഞാൻ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പം എനിക്ക് സമയമില്ലാത്തതെന്ന് കേട്ടോ, ഞാൻ ഈസിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത്തിരി കൂടെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളി ആദ്യം വഴറ്റുക, അത് കഴിഞ്ഞ് തക്കാളി നല്ലതായിട്ട് വഴറ്റിയിട്ട് ഈ ഉപ്പിട്ട് വേവിച്ച ഗ്രീൻ പീസ് ആദ്യം ഒഴിച്ചെടുക്കുക കേട്ടോ. അപ്പം ഞാനെല്ലാം എളുപ്പപ്പണിയാട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ കുക്കറിലിട്ടിട്ട് വിസിലടിക്കാൻ വേണ്ടി വെച്ചേക്കും കേട്ടോ. എന്നിട്ട് ഞാൻ 2 തക്കാളി എടുത്തു, ഒരു 3 ഉള്ളി എടുത്തു കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് ഒരു അര പീസ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ട് തക്കാളി അരയ്ക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ ശേഷം തേങ്ങ എടുത്തിട്ട് തേങ്ങയ്ക്ക് ആദ്യം ഞാൻ തേങ്ങാക്കൊത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങ എടുക്കുവാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അത് ലാസ്റ്റ് നമുക്ക് നല്ല ടേസ്റ്റാണല്ലോ. നമ്മൾ കടലയ്ക്കും തേങ്ങാക്കൊത്ത് വറുത്തിടുമല്ലോ, അതിന് വേണ്ടിയിട്ട് എടുക്കുക ആദ്യം. എനിക്കിതാണെങ്കിൽ ഭയങ്കര കഷ്ടമായിട്ടാവും ഇത് ഇളക്കി എടുക്കുക എന്ന് പറഞ്ഞ കാര്യം. ഇവിടെയാണെങ്കിൽ അച്ഛനുള്ളപ്പോൾ ഞാൻ അച്ഛയുടെ ഇരട്ട കൊടുക്കുന്നത് ഇതൊന്ന് ഇളക്കി തരുമോയെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ കുത്തിയിരുന്ന് ഇങ്ങനെ ഇളക്കൂട്ടോ, പതുക്കെ കുറേ ഇട്ട് ഇളക്കി എടുത്തു കേട്ടോ. ഞാനാണെങ്കിൽ ഇത്തിരി കൂടുതലിടും കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൽ തേങ്ങാക്കൊത്ത് ഇതിൻ്റെ ഇറച്ചിയിലിടുന്നത്, കടലയിലിടുന്നതൊക്കെ തിന്നാൻ വേണ്ടിയിട്ട്. നമ്മുടെ മിയാമോക്കാണെങ്കിൽ അത് ഇഷ്ടമേ അല്ല ഇങ്ങനെ തേങ്ങ വറുത്തിരുന്നത്. അപ്പം ഞാൻ പറയും എല്ലാവർക്കും കറികളിൽ തേങ്ങ തിന്നാനല്ലേടി എൻ്റെ മിയാമോളെ ഇഷ്ടമാണ്, എവിടെ അവൾ പറയും എനിക്കിഷ്ടമില്ല എന്ന് പറയും അവൾ. അപ്പോൾ അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. ആദ്യം തേങ്ങ തിരുമ്മി എടുക്കണം കേട്ടോ. ഞാനാണെങ്കിൽ ഈ തേങ്ങ ഇനി ബാക്കി വെക്കണ്ട, ഇന്ന് ഞാൻ വേറെ ഒന്നും കറിയും വെക്കുന്നില്ല. അപ്പോൾ ഞാൻ അത് അത്രയും എടുത്തു കേട്ടോ തേങ്ങ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് കുറച്ച് തേങ്ങ എടുത്താൽ മതി കേട്ടോ. കുറച്ച് തേങ്ങ, പിന്നെ കറിവേപ്പില എടുത്തു, കുറച്ച് ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി നമുക്ക് ആ തേങ്ങാക്കൊത്ത് എടുക്കുന്നതിന് മുമ്പിട്ട് നമുക്ക് വറുത്തുവിടാം, പിന്നെ ഇങ്ങനെ അരച്ചും ചേർക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഈ ചീൻചട്ടി വെച്ചു, അതൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ടതിന് ശേഷം ഇത്തിരി എണ്ണ ഒഴിച്ചു കേട്ടോ. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വെക്കണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കട്ടെ, ഞാൻ സാധാ എണ്ണയാട്ടോ ഒഴിച്ചത്. അതൊഴിച്ച് അത് കഴിഞ്ഞ് ആദ്യം ഇഞ്ചിയും ഞാൻ ഉള്ളിയും കൂടി ഇട്ട് ജസ്റ്റ് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഞാനൊന്ന് ഇളക്കിയെടുത്തു കേട്ടോ. ഒന്ന് മൂപ്പിച്ചെടുക്കുവാണ്. ഒന്ന് ഇളക്കി ഒന്ന് പച്ചമണം ഫുള്ള് ഫ്രൈ ഒന്നും ആവണ്ട കേട്ടോ, ജസ്റ്റ് ആ ഒരു എണ്ണയിൽ കിടന്ന് അതൊന്ന് മൂത്തൊരു ടേസ്റ്റ് വരുന്ന, അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറി ഒരു ടേസ്റ്റ് ഒന്ന് വ്യത്യാസം വരുന്ന വേണ്ടി മാത്രം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് തന്നെ ഞാൻ വെളുത്തുള്ളി ഇടും. അത് കഴിഞ്ഞതിന് ശേഷം തക്കാളി, പിന്നെ കറിവേപ്പില, പിന്നെ പച്ചമുളക് ഞാൻ 2 ഇട്ടിട്ടുള്ളൂ കേട്ടോ. കാരണം പിള്ളേർക്ക് എരി വേണ്ട, ഇവിടെ അച്ചയ്ക്കും വേണ്ട, കൊച്ചുങ്ങൾക്കും എരി വേണ്ടാത്തതുകൊണ്ട് പച്ചമുളക് ഞാൻ കുറച്ചായിട്ട് ഇട്ടുന്ന 2 ഇടുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒന്ന് പച്ചമണം മാറുന്നത് ജസ്റ്റ് തീ കൂട്ടി വെച്ചിട്ട് ഒത്തിരി കരിക്കരുത് കേട്ടോ. കാരണം നമ്മളിത് അരച്ചെടുക്കുമ്പം കരിയുന്ന ടേസ്റ്റ് വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി പച്ചമണം മാറുന്നൊരു ഒന്ന് ഇളക്കി ഫുള്ള് വയറ്റിയെടുക്കുകയൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ ഒന്നൊന്ന് ഇളക്കിയെടുത്തു. അതിനുശേഷം തേങ്ങ ഇട്ടു കേട്ടോ. തേങ്ങയിട്ട് അതിൻ്റെ ഒരു ഫ്രൈ ആവുന്നിടം വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് തീ കുറച്ച് വെച്ചു, അതും ഒന്ന് ഇളക്കണം കേട്ടോ. നല്ല ഇത്തിരി കറിവേപ്പില കൂടുതൽ കേട്ടോ, നല്ലതാട്ടോ. മുടി വളർച്ചയ്ക്കൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാത്തിനകത്തും ഇങ്ങനെ എല്ലാത്തിനകത്തും ചമ്മന്തിക്കകത്ത് ഒരു കറിവേപ്പില എടുത്തിടാറുണ്ട് കേട്ടോ. എവിടെ നരച്ച മുടിയൊന്നും നരച്ചേ ഇരിക്കുള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും നിങ്ങൾ ഇട്ടോളൂ. കറിവേപ്പിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് എത്ര വേണമെങ്കിലും ഇടാം കേട്ടോ. അതിട്ട് അത് കഴിഞ്ഞിട്ട് തേങ്ങ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് അത് കഴിഞ്ഞിട്ടാട്ടോ മസാലപ്പൊടി ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് പെരുംജീരകം ഇടാൻ മടക്കില്ല കേട്ടോ. ഇതിൻ്റെ ആ ഒരു മണം എന്ന് പറയുന്നത് ആ പെരുംജീരകം കേട്ടോ. പെരുംജീരകം ഇട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് മസാലകളായിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി, ഞാനൊരു ഇച്ചിരി നിങ്ങൾക്കറിയാമല്ലോ ഒരു കണക്ക്, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു. അത് കഴിഞ്ഞതിന് ശേഷം മല്ലിപ്പൊടി 2-3 സ്പൂൺ ഇട്ടു കേട്ടോ. മല്ലിപ്പൊടി ഇട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കാശ്മീരി ചില്ലിയായിട്ട് ഇടുന്നത്, കാരണം നമുക്ക് എരി അധികം വേണ്ടാത്തതുകൊണ്ട് കാശ്മീരി ചില്ലിയായിട്ട് ഇടുന്നത്. അങ്ങനെ കാശ്മീരി ചില്ലി ഇട്ടു. അതിട്ട് എന്നിട്ട് നല്ലതായിട്ട് ഇനി ഇച്ചിരി തീ കൂട്ടിയിട്ടിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ തീ കൂട്ടിയിട്ടിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാൻ പറഞ്ഞ് കരിഞ്ഞ് പോകരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നിന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കൂട്ട് അരച്ചെടുക്കണം കേട്ടോ. ഈ ചൂടോടെ കൊണ്ടുപോയി ആരും അരയ്ക്കല്, ജാറും കൂടെ ചൂടാവും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഇത് ചൂടാറിയതിന് ശേഷം മാത്രമേ അരയ്ക്കാവൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ചൂടാറിയതിന് ശേഷം നല്ലതായിട്ട് അരച്ച് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ഗ്രീൻ പീസിനകത്ത്
ഈ അരപ്പ് അങ്ങോട്ട് ഇടും കേട്ടോ. അരപ്പ് അങ്ങോട്ട് ഇടും, നല്ലതായിട്ട് ഇളകും. ഞാനതൊരു ഒത്തിരി അങ്ങ് അടിച്ച് വേവിച്ചെടുത്തില്ല കേട്ടോ. ഇത്തിരി കഷ്ണം മാതിരി കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എടുത്തോളൂ കേട്ടോ. എപ്പോഴും ഇവിടെ ഗ്രീൻ പീസ് നല്ലതായിട്ട് അടിച്ചെടുക്കും, പക്ഷേ ഇപ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്തില്ല കേട്ടോ. അപ്പോൾ ആ അരപ്പ് അതിനകത്തിട്ട് നല്ലതായിട്ട് ഇളക്കിയിട്ട് നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഇത്തിരി വെള്ളം മാറ്റേണ്ടതായിരുന്നു കേട്ടോ. നിങ്ങൾ നോക്കണം കേട്ടോ വെള്ളം കൂടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇത്തിരി വെള്ളം അങ്ങനെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം ആ ചീൻചട്ടി തന്നെ അത് കഴുകി മാറ്റിയതിന് ശേഷം ആ ചീൻചട്ടി തന്നെ തേങ്ങാക്കൊത്ത് വറുക്കുക. ഇതിനകത്ത് ഞാൻ ആദ്യം കടുക് പൊട്ടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വെളുത്തുള്ളി ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇടാം കേട്ടോ. അപ്പോൾ നല്ലൊരു മണം. അപ്പോൾ എൻ്റെ കറി കുറച്ചുകൂടെ വറ്റാനുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് അത് സെറ്റാവും കേട്ടോ. അപ്പോൾ എന്നിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഇത്തിരി ഒഴിക്കാട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കാൻ